നമ്മുടെ മാധ്യമങ്ങൾ വലിയ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് പലപ്പോഴും പല വാർത്തകളുടെ കാര്യത്തിൽ. എടുത്തു പറയാവുന്ന ഉദാഹരണം എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ പെട്ടെന്ന്? അല്ല, നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില കാര്യങ്ങൾ പറയാം. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം ഇത് നമ്മുടെ കണ്ണ് തുറക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഘടിതമായി ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അത് നമുക്കിനി മനസ്സിലാവുന്നില്ല. അത് പക്ഷേ നമ്മൾ കരുതും ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ മറ്റൊരു തരത്തിൽ കാണാൻ നിങ്ങൾ പഠിക്കും. അതാണ് സത്യം. അങ്ങനെ കാണാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഞാൻ 2-3 ഇൻസിഡൻസ് പറയാം. ഒന്ന്, ഇന്നലെ ചാനലുകൾ മുഴുവൻ കൊണ്ടാടിയ കേസ് ഏതാ? കഷായം ഗ്രീഷ്മയുടെ തിരുവനന്തപുരത്ത്. ഗ്രീഷ്മയുടെ കേസ് എന്താ സിനു? ശരിക്കും പറഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പഴയ കാമുകനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അവന് വിഷം കൊടുത്തു കൊല്ലുന്നു അല്ലേ? വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായും ആദ്യത്തെ കേസല്ല. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അവൾക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അവനുമായി മാനസികവും ശാരീരികവുമായ ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനെ ഒഴിവാക്കണം, വേറെ കല്യാണം കഴിക്കണം, അതിന് വേണ്ടിയിട്ട് അവനും വിഷം കൊടുത്ത് കൊന്നു. ഇതല്ലേ കേസ്? അതെ. ഒരു ലവ് അഫെയർ അതിനകത്തുണ്ട്, പിന്നെ ഇത്തിരി സെക്സ് ഉണ്ട്, ഇത്തിരി മസാലയുണ്ട്, പിന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് അത് ആഘോഷിച്ചെന്ന് നമുക്ക് തോന്നും. ഞാൻ പറയുന്നു, 4മതൊരു ഘടകം കൂടിയുണ്ട്. 4മതൊരു ഘടകം ഉള്ളത് കൊണ്ടാണ് ആഘോഷിച്ചതെന്ന് ഞാൻ പറയും. ഇല്ല, 3 ഘടകങ്ങളെ 4മത്തെ ഘടകത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയും. ഇന്നലെ ജനുവരി 17 ആയിരുന്നു അല്ലേ? അതെ. ജനുവരി 17-ന് മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലുള്ള SC/ST കോടതി, സെഷൻസ് കോടതിയാണ്, SC/ST കേസുകൾ കൂടി പരിഗണിക്കുന്ന കോടതി ആയതുകൊണ്ട് SC/ST കോടതി എന്ന് പറയുന്നത്, CBI കോടതി, NIA കോടതി എന്നൊക്കെ പറയുന്ന പോലെ SC/ST കേസുകളിൽ ട്രയൽ ചെയ്യാൻ കൂടി ഉദ്ദേശിച്ചുള്ള കോടതിയാണ്, സ്പെഷ്യൽ കോടതിയാണ്. അവിടുത്തെ ജഡ്ജി ജോമോൻ ജോൺ ഒരു വിധി പറഞ്ഞത് ഫസീല എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും പ്രതികളാണ് കേസിൽ. വളരെ നിസ്സാര കേസാണ് കേട്ടോ. നിസ്സാര കേസായതുകൊണ്ടാണ് വലിയ വാർത്തയാവാതിരുന്നത്. നിസ്സാര കേസ് എന്താ വെച്ചാൽ നിസ്സാര കേസാണ്. അല്ല, വളരെ ഗൗരവപ്പെട്ട കേസാണെങ്കിൽ വലിയ വാർത്തകളാവണ്ടേ, ചാനലിൽ ലൈവ് പോകണ്ടേ, പത്രങ്ങളിൽ 1-ാം പേജിൽ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിസ്സാര കേസാണ്. സിമ്പിളാണ്. 71 വയസ്സുള്ള അവരുടെ ഭർത്താവിൻ്റെ വൃദ്ധയായ മുത്തശ്ശി, 71 വയസ്സെന്ന് പറയുമ്പോൾ വൃദ്ധ എന്ന് പറയണ്ട, മുത്തശ്ശി നബീസ അവരുടെ വീട്ടിലല്ല താമസിച്ചുകൊണ്ടിരുന്നത്. നബീസയെ ഇവർ നോമ്പ് കാലത്ത് വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് വരൂ അമ്മൂമ്മ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. നോമ്പ് കാലത്ത് തിരിച്ചു വിളിച്ച് നോമ്പ് തുറക്കൽ കഞ്ഞി കൊടുത്തു. കഞ്ഞിക്കകത്ത് വിഷം ചേർത്ത് കൊടുത്തു. അതാണ് നിസ്സാര കേസ് എന്ന് പറയുന്നത്. അല്ല, എനിക്കറിയില്ല, നിസ്സാര കേസല്ല ആയതുകൊണ്ടല്ലേ പത്രങ്ങളിൽ വലിയ വാർത്തയാവാതെ ചാനലിൽ ലൈവ് കാണിക്കാതിരുന്നത്. ഈ ഫസീലയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ? അത് കണ്ടില്ല. പിന്നെന്താ? അപ്പോൾ നിസ്സാര കേസല്ലേ? അപ്പോൾ വിഷം ചേർത്ത് കഞ്ഞി കൊടുത്തു. പക്ഷേ ഈ നബീസ എന്ന് പറയുന്ന മുത്തശ്ശി മരിച്ചില്ല. അവസാനം ബലമായി പിടിച്ച് അവരുടെ വായിലേക്ക് വിഷം ഇറ്റിച്ചു. അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബോഡി ചുരുട്ടിക്കൂട്ടി ചാക്കിലാക്കി ഉപേക്ഷിച്ചു. ഇതിന് കൂട്ടുനിന്നത് ഭർത്താവ്. ഇനി ഫസീല ഇതിനു മുമ്പ് ഭർത്താവ് ബഷീറിൻ്റെ അച്ഛന് ഇതേപോലെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കേസിലും ഇന്നലെ വിധി പറഞ്ഞു. 2 ദിവസം മുമ്പ് മണ്ണാർക്കാട് കോടതി പറഞ്ഞു ഇന്നലെ 17-ാം തീയതി വിധി പറയുമെന്ന്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇന്നലെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 കേസുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനൊരു നിയമം പഠിച്ച ഒരാളും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ഈ ഗ്രീഷ്മയുടെ കേസ് ചിലപ്പോൾ അപ്പീൽ കോടതിയിൽ വിട്ടുപോയാലും ഈ ഫസീലയുടെ കേസ് വിട്ടുപോകത്തില്ല. കാരണം ബ്രൂട്ടാലിറ്റി അത്രയുണ്ട്. ഒന്ന്, നിസ്സഹായായ ഒരു സ്ത്രീയാണ് അല്ലേ, വൃദ്ധമാതാവാണ്. അവരെ ഇൻറ്റൻഷനലി വിളിച്ചു വരുത്തി. അങ്ങനെ തന്നെയാണ് ഗ്രീഷ്മയുടെ കേസിൽ സംഭവിച്ചത്. ആ ചെക്കനെ വിളിച്ചു വരുത്തി. കഞ്ഞി എന്ന ഭാവേന വിഷക്കഞ്ഞി കൊടുത്തു, മറ്റവന് ജ്യൂസ് എന്ന ഭാവേന വിഷം കലർത്തിയ ജ്യൂസ് കൊടുത്തു. എന്നിട്ട് ഇനി അവിടെ തീർന്നു. ഗ്രീഷ്മയുടെ കേസിലെ ഒഫൻസ് അവിടെ തീർന്നു, അവൻ മരിച്ചുപോയി. പക്ഷേ ഈ ഫസീലയുടെ കേസിൽ നബീസ എന്ന് പറയുന്ന 71 വയസ്സുള്ള വൃദ്ധ മരിച്ചില്ല എന്നുറപ്പായപ്പോൾ അവരെ ബലമായി അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരുടെ വായിലേക്ക് വിഷം ഇറ്റിച്ചു. ഒഫൻസിൻ്റെ ഗ്രാവിറ്റി കൂടി അവിടെ അല്ലേ. അപ്പം വീണ്ടും മർഡർ നടത്തി. ആദ്യത്തെ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും കൊലപാതകം നടത്തി. എന്നിട്ടോ ആ മൃതദേഹത്തോട് ക്രൂരത കാണിച്ചു. മൃതദേഹത്തെ ചുരുട്ടിക്കൂട്ടി ചാക്കിലാക്കി എന്നിട്ട് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ഇത്രയും കാര്യങ്ങൾ ഗ്രീഷ്മ ചെയ്തില്ല. അപ്പോൾ ഗ്രീഷ്മ ചെയ്തതിനേക്കാളും ഗ്രാവിറ്റി കൂടിയ കുറ്റമാണ് മണ്ണാർക്കാട്ട് ഫസീലയുടേത്. അപ്പോൾ ഫസീലയെ
ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല, ഗ്രീഷ്മയെ വിട്ടാലും. കാരണം ഗ്രീഷ്മ ചെയ്തതിനേക്കാളും കൂടുതൽ ക്രൈംസ് ആര് ചെയ്തിട്ടുണ്ട്? ഈ മണ്ണാർക്കാട്ട് കേസിൽ ഫസീല ചെയ്തിട്ടുണ്ട്. ഇനി തീർന്നില്ല, ഫസീല എന്ത് ചെയ്തു? ഭർത്താവ് ബഷീറിൻ്റെ അച്ഛനെയും ഇതേപോലെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് 5 വർഷം അധിക തടവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഗ്രീഷ്മ പുറത്തിറങ്ങിയാലും ഫസീല പുറത്തിറങ്ങത്തില്ല. അപ്പോൾ മറ്റേ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതാണ്. സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നേ, സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റവർക്കോ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 കുറ്റകൃത്യങ്ങൾ, രണ്ടിൻ്റെയും കുറ്റത്തിൻ്റെ ആക്കവും തൂക്കവും നോക്കുമ്പോൾ ഫസീലയുടെ കൊലപാതകം, ഫസീല നടത്തിയ കൊലപാതകമാണ് കൂടുതൽ ഗുരുതരമായ കുറ്റം, കൂടുതൽ ഭീകരമായ കുറ്റം, സമൂഹത്തിന് കൂടുതൽ ആശങ്ക ഉണർത്തുന്ന കുറ്റം, വേണമെങ്കിൽ അസാധാരണ സ്വഭാവമുള്ള കുറ്റം. സ്വത്തുക്കൾക്ക് വേണ്ടി കൊല്ലുന്ന സംഭവങ്ങളും നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കാം. ശരിയാണ്, വിഷം കൊടുത്തൊക്കെ ആളെ കൊന്നിട്ടുണ്ട്. പക്ഷേ അത് കൊല്ലാൻ ശ്രമിച്ചു, ചത്തില്ല, വീണ്ടും വായിൽ വിഷമൊഴിച്ചു, എന്നിട്ട് ആ മൃതദേഹം ചാക്കിൽ കൊണ്ട് ചുരുട്ടിക്കൂട്ടി ഉപേക്ഷിച്ചു, എന്നിട്ട് അടുത്ത ആളെ കൊല്ലാൻ, ഭർത്താവിൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫസീലയെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒഴിവാക്കി? ഇന്നലെ ഒരു വരി സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലേ, ഇന്ന് ഗ്രീഷ്മ കേസിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളിലും 1-ാം പേജിലുണ്ട്. എന്തുകൊണ്ട് ഫസീല കേസ്, നബീസ മർഡർ കേസ് 1-ാം പേജിലില്ല? അകത്തെ പേജിൽ സൗകര്യമായിട്ട് കൊടുത്തു. അപ്പോൾ 2 കുറ്റങ്ങൾ ഒരേ ദിവസം കോടതി പ്രതികൾ കുറ്റവാളികളാണെന്ന് പറയുന്നു, ഒരേ ദിവസം ശിക്ഷ വിധിക്കുന്നു. പക്ഷേ ഒരെണ്ണം 1-ാം പുറത്ത് വരുന്നു, ഒരെണ്ണം ലൈവ് വാർത്തയാവുന്നു, ഒരെണ്ണം പിന്നാമ്പുറത്തേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ 4-ാമത്തെ കാര്യം. ആ 4-ാമത്തെ കാര്യം എന്താണ് എന്ന് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് വെക്കണം. ഇനി ഞാൻ വേറൊരു വാർത്ത പറയാം. കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു വാർത്തയാണ്. ഗുരുവായൂർ, ഒരു കുടുംബം ഗുരുവായൂർ പോകുന്നു. അവർ പുതുതായിട്ടൊരു വണ്ടി വാങ്ങി. ആ വണ്ടി വാഹന പൂജയ്ക്ക് കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ആ വണ്ടി ഒരു ടിപ്പർ ലോറിയുമായിട്ട്, ഒരു മിനി ലോറിയുമായിട്ട് തട്ടി. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ചളങ്ങി. ഒരു സ്ത്രീക്ക് നിസ്സാര പരിക്കേറ്റു. സ്വാഭാവികമല്ലേ? അതെ, റോഡിലൂടെ ഓടുന്ന വണ്ടി തട്ടും അല്ലേ? അതെ, വണ്ടി തട്ടും, പരിക്ക് പറ്റും, കാര്യമായൊന്നും പറ്റും. വണ്ടിയുടെ ഫ്രണ്ടൊന്ന് ചളങ്ങി, പുതിയ വണ്ടിയാണ്, പുതിയ വണ്ടി ആദ്യത്തെ യാത്ര തന്നെ തട്ടി ചളുങ്ങി, ഒരു നിസ്സാര പരിക്കേറ്റു. അതിലൊരു ചാനലിൽ കൊടുത്ത വാർത്തയുടെ കാർഡ് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ്: ഗുരുവായൂർ വാഹന പൂജ നടത്തി മടങ്ങിയ സംഘം, സഞ്ചരിച്ച കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചു, കാറിൻ്റെ മുൻഭാഗം തടഞ്ഞു, സ്ത്രീക്ക് പരിക്കേറ്റു. നമ്മൾ സ്വാഭാവികമായി അമ്പലത്തിൽ പോയ വണ്ടി ഇടിച്ചു, അങ്ങനെയല്ലോ. ഒന്നുകൂടെ നോക്കിയേ, ഗുരുവായൂരിൽ വാഹന പൂജ നടത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ചവർ. അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ ഗുരുവായൂർ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് വിശ്വാസപൂർവ്വം ഗുരുവായൂർ കൊണ്ടുപോയി പൂജ നടത്തുന്നു. അപ്പോൾ പൂജ നടത്തിയിട്ടൊന്നും കാര്യമില്ല, പൂജ നടത്തിയ വണ്ടി ഇടിച്ചു എന്നാണ് വാർത്ത, അല്ലേ? പള്ളിയിൽ ആദ്യ കുർബാനയ്ക്ക് പോയ വണ്ടി ഇടിച്ചു, അപകടം ഉണ്ടായിരുന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സുന്നത്ത് നടത്താൻ പോയ കുടുംബം സഞ്ചരിച്ച വണ്ടി ഇടിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് മനഃപൂർവ്വം സംഭവിക്കുന്നതാണ്? അല്ല. കാരണം അതിനകത്തത് കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ്റെയും മാധ്യമ സ്ഥാപനത്തിൻ്റെയും ഒരു അജണ്ടയുണ്ട്. കാരണം ഇവൻ വണ്ടി മേടിച്ചു, വണ്ടി പൂജിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പൂജിച്ച വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് സ്വകാര്യമായി ഉള്ളിൽ അപഹസിച്ച് ചിരിക്കുന്ന ഒരു മനോരോഗിയല്ല, ഒരു മതരോഗിയുണ്ട്. ആ മതരോഗിയാണ് ഈ വാർത്ത എഴുതുന്നത്. ആ മതരോഗികൾ നയിക്കുന്ന ചാനലാണ്, മാധ്യമങ്ങളാണ്, പത്രങ്ങളാണ് ഇത്തരം ചില വാർത്തകൾ കൊടുക്കാതിരിക്കുകയും ചിലത് നന്നായി കൊടുക്കുകയും ചിലത് തമസ്കരിക്കുകയും ചെയ്യുന്നു, അല്ലേ? അജണ്ട ഒളിച്ചു കടത്തിയോ? അല്ലേ? ഉണ്ടോ? ഒളിച്ച് കടത്തിയോ ഇല്ലയോ എന്ന് പറയും. ഇനി മറ്റൊന്നുകൂടെ പറയാം. കുംഭമേള നടക്കുന്നുണ്ടല്ലോ. അതെ. കുംഭമേളയിൽ IIT, കാൺപൂർ IITയിൽ നിന്ന് പഠിച്ച് വലിയ ശാസ്ത്രശാഖകൾ പഠിച്ചിറങ്ങിയ ഒരാൾ സന്യാസിയായി. സന്യാസിയായ ആളെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൽ ഒരു മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ വന്ന വാർത്ത, IIT പഠിച്ചു, അവിടെ രക്ഷയില്ല, ഒടുവിൽ സന്യാസിയായി. അങ്ങനെയാണോ? IITയിൽ പഠിച്ച് ശാസ്ത്രജ്ഞനാവാൻ നിയമിക്കപ്പെട്ട് അതിൽ ജോലി പ്രവേശിച്ച ആൾ ആധ്യാത്മിക വഴിയിലേക്ക് പോയി, അവിടെ അയാൾക്ക് രക്ഷയില്ലാത്തതുകൊണ്ടാണോ? അയാൾക്കത് വേണ്ട, അപഹസിക്കുകയല്ലേ? അതെ, അപഹസിക്കുകയാണ്. അയാൾക്ക് വേണ്ട, അയാൾ എൻ്റെ വഴി ഇതല്ല എന്ന് തീരുമാനിച്ച് അയാൾ സന്യാസത്തിലേക്ക് വന്നു. IIT ഉപേക്ഷിച്ച് ആത്മീയവാദിയിൽ നിന്നല്ല, IITയിലെ ജോലിയിൽ രക്ഷപ്പെടാത്തതുകൊണ്ട്, രക്ഷയില്ലാത്തത്, അതൊരു ഹിന്ദു വിരുദ്ധതയല്ലേ? അതെ, ആണ്. അപ്പോൾ മാധ്യമങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഇപ്പം കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ പോലും പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും രഹസ്യമായി കുംഭമേളയെ കളിയാക്കുന്ന ആളുകളുണ്ട്. കുംഭമേളയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുംഭമേള നടക്കുന്നിടത്ത് അവിടുത്തെ യുക്തിവാദികൾ
ഒരു സ്റ്റോളുണ്ടാക്കി വെച്ചു. നാഗസന്യാസിമാർ അടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. യുക്തി കുംഭമേള ഒരു അന്ധവിശ്വാസമാണ്, നമ്മൾ സ്റ്റോളുണ്ടാക്കി സന്യാസിമാർ വരുന്നത്, അവർ അടിച്ച് തോട്ട് കളഞ്ഞു. അപ്പോൾ നോക്കൂ, ഈ മുസ്ലിമുകൾ ഹജ്ജിന് പോകുന്നുണ്ട് അല്ലേ? അതെ അല്ലേ? എന്താ അവരുടെ ലോക പ്രശസ്തമായ ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്ന അവരനുഷ്ഠിക്കേണ്ട, നിശ്ചയമായും അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ്. എന്തിനാ പോകുന്നത്? പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെകുത്താനെ കല്ലെറിയാനും. അല്ല അങ്ങനെയുണ്ട് അവരുടെ ഉണ്ട്. അതെ, ആയിക്കോട്ടെ, അതിന് വിമാനത്തിൽ കയറി പോകും അല്ലേ? ചെകുത്താനെ കല്ലെറിയാൻ വിമാനത്തിൽ പോകും. ആധുനിക ശാസ്ത്രത്തിൻ്റെ ടെക്നോളജിയായ വിമാനം ഉപയോഗിച്ച് ചെകുത്താനെ കല്ലെറിയാവും. ചെകുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടോണെന്ന് എനിക്ക് അതിലേക്ക് ഞാൻ കടന്നില്ല, സിനു പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഹജ്ജ് പാപങ്ങൾ തീർക്കുമെന്നാണ് പറയുന്നത് അല്ലേ? പാപപരിഹാരത്തിനായിട്ട് ഹജ്ജിന് പോവും, ഹാജിയാരായി തിരിച്ചു വരും. ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വിശുദ്ധമായ ഒരു വിശ്വാസമാണ്. അവരുടെ 4-5 പ്രമാണങ്ങളിലൊന്നാണ് ഹജ്ജിന് പോവുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി കർത്താവിൻ്റെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കും, അതും പാപപരിഹാരാർത്ഥത്തിലാണ്, പാപം പരിഹരിക്കാൻ വേണം. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പാപം പരിഹരിക്കാനുള്ള, പാപം ഒഴിവാക്കാൻ അവരുടെ മതവിശ്വാസം തിയോളജിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ചടങ്ങുകൾ ചെയ്യാം, മുസ്ലിമുകൾക്ക് ചെയ്യാം. ഹിന്ദുക്കൾ പക്ഷേ കുംഭമേളയിൽ പാപം പരിഹരിക്കാൻ വേണ്ടി സ്നാനം ചെയ്താൽ അന്ധവിശ്വാസം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. കുംഭമേള വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക്, ഇവിടെ ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടുകയാണ്. ഇങ്ങനെ പറയാൻ വയ്യ, അത് അടക്കി വെച്ചിരിക്കുക. പക്ഷേ ഹജ്ജിന് പോകുന്നത് ശാസ്ത്രീയമാണ്. മറ്റ് മതങ്ങളിലെ ആചാര വിശ്വാസങ്ങൾ പാപപരിഹാരത്തിനായി ചെയ്യുന്നത് വിശ്വാസമാണ്, അവകാശമാണ്, ശാസ്ത്രവുമാണ്. പക്ഷേ ഹിന്ദുക്കൾ 40 കോടിയോളം ഹിന്ദുക്കൾ വന്ന് 40 കോടിയൊക്കെ ഹിന്ദുക്കൾ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ കുംഭമേള തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഒരു കുഴപ്പമില്ലാതെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റീവ് ജോബിൻ്റെ ഭാര്യ അവിടെ വന്നിട്ട് ഗംഗയിൽ പുണ്യനദിയിൽ പുണ്യസ്നാനം നടത്തിയിട്ട് പേര് മാറ്റി കമല എന്ന പേരിൽ ഹിന്ദുവായി. സഹിക്കുന്നില്ല. അങ്ങനെ കുംഭമേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അതിനെതിരെയുള്ള കാപ്പയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഗ്രീഷ്മ വാർത്തയാവുകയും ഫസീല വാർത്തയാവാതിരിക്കുകയും ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞ ഒളി അജണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. നാലാമതൊരു കാര്യം കൂടിയുണ്ട്. നാലാമത്തെ കാര്യം നമുക്ക് നിഷ്കളങ്കരായ പ്രേക്ഷകർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓരോ വാർത്ത കാണുമ്പോഴും ഇതൊന്നും മനസ്സിലാക്കണം എന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ പേരിൽ നമ്മളെ കുറേ ചീത്തയൊക്കെ പറയും, പക്ഷേ സത്യമാണ് സാർ. സത്യം ചീത്ത പറയുന്നവർക്ക് സത്യം മനസ്സിലായതുകൊണ്ടല്ലേ ചീത്ത? അതെ, അവർക്ക് മനസ്സിലായി. ഇത് നമ്മളെ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ടാണോ? സത്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു, നമ്മളിത് പറയുന്നു. ഇത് പറയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും വിഭാഗത്തിനുള്ള ശത്രുതയാവുന്നത്? കാരണം നമ്മൾ പറയുന്ന മാധ്യമങ്ങളെയാണ്, മാധ്യമങ്ങളുടെ അജണ്ടയാണ്. മാധ്യമങ്ങളുടെ അജണ്ട ഹിന്ദു വിരുദ്ധതയാണ്. ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുക, അവരുടെ ആചാര വിശ്വാസങ്ങളെ തള്ളിപ്പറയുക. നോക്കൂ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഗോപൻ സ്വാമി അല്ലേ? അതെ. എന്തായിരുന്നു അവസാനം? കൊന്നതാണ്, കൊന്നുകുഴിച്ചും കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവിക മരണമെന്ന് വന്നിട്ടും സമ്മതിക്കുന്നില്ല. ഇനി വരട്ടെ ടോക്സിക് പരിശോധന, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. എന്നിട്ട് പറയുന്നു ദേഹത്ത് കരുവാളിച്ച പാടുകളുണ്ട്. അപ്പോൾ ഒരു ഫോറൻസിക് വിദഗ്ധ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനൽ ഏഷ്യാനെറ്റിലാണെന്ന് പറയുന്നത് ഞാൻ കണ്ടു. അതിപ്പോൾ ഉണ്ടാവും, കാരണം 3-4 ദിവസം കല്ലറയിൽ ഇരുന്നില്ലേ, അപ്പോൾ ഡീകളറേഷൻ ഉണ്ടാവും, നിറവ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സമ്മതിക്കില്ല, അതും കൂടെ വരട്ടെ. അപ്പോൾ വേറെ ഇവിടെ ഒരുപാട് ആളുകൾ വിശുദ്ധന്മാരൊക്കെ ആവുന്നുണ്ടേ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊരു അജണ്ടയാണ്, പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മൾ നിഷ്കളങ്കരമായി നമ്മൾ പറയാം ഗുരുവായൂർ ചോറൂണ് കൊടുത്തിട്ട് അല്ല, വാഹന പൂജ നടത്തിയിട്ട് വന്ന വണ്ടി ഇടിച്ചു കേട്ടോ എന്ന് പറയുമ്പോൾ അത് നിൻ്റെ വിശ്വാസം, നിൻ്റെ ആ വിശ്വാസത്തെ തള്ളി പറയലാണ്. വാഹന പൂജ നടത്തിയ വണ്ടി ഇടിക്കാൻ വേണ്ടി അല്ല സാർ വാഹന പൂജ നടത്തുന്നത്. ഈ പത്രത്തിൽ ഈ ക്യാപ്ഷൻ എഴുതിയ, ഈ തലക്കെട്ട് എഴുതിയ ഊളയുടെ വിചാരം വാഹന പൂജ നടത്തിയാൽ വണ്ടി ഇടിക്കത്തില്ല എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയല്ല, ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചു, അത് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചത് വണ്ടി ഓടിക്കുന്നു. ഒരു വിശ്വാസമാണ്. അതിനെ അപഹസിക്കുന്ന തരത്തിൽ ഗുരുവായൂരിൽ വാഹന പൂജ നടത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചു, മുൻഭാഗം തകർന്ന് സ്ത്രീക്ക് പരിക്ക്. ഇത്രയും കിലോമീറ്റർ നഗരത്തിൽ ഇവൻ എന്തിനാണ് എഴുതി തള്ളുന്നത്? അവൻ ഒറ്റ ലക്ഷ്യമുള്ളൂ. പക്ഷേ ഇത് വായിക്കുന്ന സാധുക്കളായ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഓരോ വാർത്തകളും ഒളിച്ചു കിടത്തുന്നത്, സിനുവിൻ്റെ വാക്കാണ്, ഒളിച്ചു കിടത്തുന്നത് എന്താണെന്ന് വായനക്കാർ, പ്രേക്ഷകർ കാണണം, തിരിച്ചറിയണം എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതൊന്നും ആരും പറഞ്ഞു തരാനില്ല. പറയുന്നവൻ വർഗീയവാദിയാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.